ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് മിസ്സിംഗ് മൈഗ്രൻസ് പ്രൊജക്ട്, ഓറൻസ്, ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, അണ്ടർ വാട്ടർ മെട്രോ, ട്രേഡ് സീക്രട്സ്, ഇന്ത്യാസ് സെക്കൻഡ് റോക്കറ്റ് ലോഞ്ച് പോർട്ട് ഇൻ തമിഴ്നാടു. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിസ്സിംഗ് മൈഗ്രൻസ് പ്രൊജക്റ്റിനെ കുറിച്ചാണ്. ഈ മിസ്സിംഗ് മൈഗ്രൻസ് പ്രൊജക്ട് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ്റെ ഒരു വർഷാവർഷം ഇറക്കുന്ന ഒരു റിപ്പോർട്ടാണ്. 2013-14 ആ കാലഘട്ടം തൊട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിനകത്ത് ഒരു ബേസിക്കലി ചെയ്യുന്നത് ഇന്റർനാഷണലി നടക്കുന്ന മൈഗ്രേഷൻസിൻ്റെ, അത് മൈഗ്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫ്യൂജീസ് ആവാം, ഇല്ലീഗൽ ആയിട്ടുള്ള അസൈലം സീക്കേഴ്സ് ആവാം, ഇങ്ങനെയുള്ള മൈഗ്രൻസ് ബേസിക്കലി മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർക്കിടയിൽ ഫെറ്റാലിറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പോൾ ഈ മെഡിറ്ററേനിയൻ സീ ഒക്കെ ക്രോസ് ചെയ്ത് കണ്ട് ഇല്ലീഗലായിട്ട് അല്ലെങ്കിൽ റെഫ്യൂജീസ് ആയിട്ട് യൂറോപ്പിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ബോട്ടൊക്കെ മുങ്ങിയിട്ടൊക്കെ കുറേ ആൾക്കാർ മരിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മിസ്സിംഗ് ആകുന്ന അല്ലെങ്കിൽ മരിക്കുന്ന ആൾക്കാരുടെ ഓരോ വർഷത്തുള്ള കണക്കാണ് ഈ മിസ്സിംഗ് മൈഗ്രൻസ് പ്രൊജക്റ്റിനകത്ത് ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോളിസി മേക്കേഴ്സും അതുപോലെ തന്നെ ഗവൺമെൻറ്റുകളൊക്കെ ഈ മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ഈ പറയുന്ന മിസ്സിംഗ് മൈഗ്രൻസ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഈ ഒരു മിസ്സിംഗ് മൈഗ്രൻസ് പ്രൊജക്റ്റിനകത്തുള്ള റിപ്പോർട്ടിനകത്ത് അവർ പറയുന്നത്, ഈ കണക്കുകൾ ഇവർ ഓരോ വർഷമുള്ള കണക്കെടുക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും ഡെഡ്ലിയസ്റ്റ് ഇയർ ആയിരുന്നു ഈ 2023 എന്നാണ് പറയുന്നത്. ഏകദേശം 8565 മൈഗ്രൻസ് 2023 ഈ മൈഗ്രേഷൻ്റെ സമയത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 15 ഒരു റിപ്പോർട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ അല്ലെങ്കിൽ IMO എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു അസോസിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസുമായിട്ട് അഫിലിയേറ്റ് ചെയ്യുന്ന ഒരു സംഘടനയുണ്ട്. അപ്പോൾ ആ സംഘടനയുടെ അവർ വർഷാവർഷം തയ്യാറാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ള ഹയസ്റ്റ് ഡെത്ത് ടോളാണ് 2023 ഉണ്ടായിരുന്നത്. അപ്പോൾ ബേസിക്കലി ഈ റിപ്പോർട്ടിനകത്ത് ചെയ്യുന്നത് ഈ മൈഗ്രൻസിൻ്റെ ഓരോ വർഷത്തെയും ഡെത്താണ് ഇവർ ഈ റിപ്പോർട്ടിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡെത്തും അതുപോലെ തന്നെ മിസ്സിംഗ് ആയിട്ടുള്ള മൈഗ്രൻസിൻ്റെ എണ്ണമാണ് ഈ മൈഗ്രേറ്ററി റൂട്ട്സിനകത്ത് മിസ്സിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ മരണപ്പെടുന്നതായിട്ടുള്ള മൈഗ്രൻസിൻ്റെ എണ്ണമാണ് ഈ റിപ്പോർട്ടിനകത്ത് അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റിനകത്ത് അവർ കണക്കാക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഈ ഒരു പ്രൊജക്റ്റ് ഇവർ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം 2013 ഒരു ലാംപെഡൂസ എന്ന് പറയുന്ന കോസ്റ്റിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു ഷിപ്പ്രക്കിൽ അല്ലെങ്കിൽ ഒരു കപ്പൽ തകർന്നിട്ട് ഏകദേശം 400ഓളം മൈഗ്രൻസ് കൊല്ലപ്പെട്ട ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം 2014 തൊട്ടാണ് ഇവർ ഈ പ്രൊജക്റ്റ് ആരംഭിച്ചിട്ടുള്ളത്. ഇനി ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ അല്ലെങ്കിൽ IMO എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇത് ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1951 അതായത് 2ാം ലോക മഹായുദ്ധം കാരണം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന റെഫ്യൂജി ക്രൈസിസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ റെഫ്യൂജീസ് അല്ലെങ്കിൽ ഇന്റേണലി ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പുനരധിവാസത്തിനും അതുപോലെ തന്നെ ഈ റെഫ്യൂജീസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂറോപ്പിലുള്ള ഈ റെഫ്യൂജീസ് ഇന്റേണലി ഡിസ്പ്ലേസ്ഡ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക്കലി തുടക്കത്തിലുള്ള ഒരു ലോജിസ്റ്റിക് ഓർഗനൈസേഷൻ ആയിട്ടാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് 1990കളിലാണ് ഇത് ആക്ച്വലി യുണൈറ്റഡ് നേഷൻസിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്. അപ്പം നിലവിൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രിൻസിപ്പൽ ഓർഗനൈസേഷനാണ് ഈ IOM അല്ലെങ്കിൽ IMO എന്ന് പറയുന്നത് മനസ്സിലാക്കുക. നിലവിലുള്ളവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയിലാണ്. 175 മെമ്പേഴ്സാണ് അല്ലെങ്കിൽ 175 രാജ്യങ്ങളാണ് ഈ സംഘടനയിൽ ഇപ്പോൾ അംഗങ്ങളായിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഓറൻസ് ആണ്. ഈ ഓറൻസ് എന്ന് പറയുന്നത്, ഇതിനെക്കുറിച്ച് ഇന്നലെ ഡൗൺ ടു എർത്തിനകത്തൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് രാജസ്ഥാൻ ഗവൺമെൻറ് ഈ ഓറൻസ് എന്ന് പറയുന്നത് അവിടെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് വനപ്രദേശമാണ്. അവിടുത്തെ നേറ്റീവ് ട്രൈബൽ കമ്മ്യൂണിറ്റീസൊക്കെ ഗ്രേസിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വനപ്രദേശമാണ്. അപ്പോൾ അതിനെ ഒരു ഡീംഡ് ഫോറസ്റ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കമ്മ്യൂണിറ്റീസിന് ഇതിൻ്റെ മുകളിലുള്ള കൺട്രോൾ നഷ്ടപ്പെടും എന്നുള്ളൊരു പേടി അവർക്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടാണ് ഈ ഡൗൺ ടു എർത്തിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഓറൻസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു കമ്മ്യൂണിറ്റി കൺസർവേഷൻ ഏരിയ ആണ്. അതായത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ഈ സേക്രഡ് ഗ്രൂവ്സ് ഒക്കെ പറയുന്നത് പോലെ അത്തരത്തിലുള്ള സേക്രഡ് ആയിട്ടുള്ള ചില വാല്യൂസ് ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോക്കൽ കമ്മ്യൂണിറ്റീസ് മാനേജ് ചെയ്യുന്നതാണ്, അവർ ഗ്രേസിംഗ് പോലുള്ള ആക്ടിവിറ്റീസിന് അത് യൂസ് ചെയ്യുന്നതുമാണ്. അപ്പോൾ ഇത് ബേസിക്കലി എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതൊരു കമ്മ്യൂണിറ്റി കൺസർവേഷൻ ഏരിയാസ് ആണ്, രാജസ്ഥാനിലാണ് നോർമലി കാണുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്ത് വുഡ്ലോട്ട്സ് ഉണ്ട്, പാസ്റ്റേഴ്സ് ഉണ്ട്, ഓർക്കിഡ്സും അതുപോലെ തന്നെ സേക്രഡ് ഗ്രൂവ്സും ഒക്കെ ഉൾപ്പെടുന്നതാണ് ഇതെന്ന് അറിഞ്ഞിരിക്കുക.
ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. അപ്പോൾ ഈ ജിം കോർബറ്റ് നാഷണൽ പാർക്കിനെ കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിന്റെ ഫസ്റ്റ് പേജിനകത്ത് തന്നെ ഒരു റിപ്പോർട്ട് ഉണ്ട്. അതായത് ജിം കോർബറ്റ് നാഷണൽ പാർക്കിനകത്തുള്ള മരങ്ങൾ ഒരു ഡെവലപ്മെന്റൽ പ്രൊജക്ടിന് വേണ്ടിയിട്ട് ഏകദേശം 6000-ഓളം മരങ്ങൾ വെട്ടിമാറ്റിയതിനെ കുറിച്ച് സെൻട്രൽ ഗവൺമെന്റിനെ ബേസിക്കലി സുപ്രീം കോടതി ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ന്യൂസ് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 1 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ഒരു ജിം കോർബറ്റ് നാഷണൽ പാർക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഇത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിലാണ്. ഇത് 1936 അതായത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്ന സമയത്ത് ഹെയ്ലി നാഷണൽ പാർക്ക് എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്ന് ഇതിന്റെ പേര് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊജക്ട് ടൈഗർ 1973 സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ജിം കോർബറ്റ് നാഷണൽ പാർക്കിൽ വെച്ചിട്ടാണ്. ഇനി ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ പോകുന്ന പ്രധാനപ്പെട്ട റിവറാണ് രാമഗംഗ എന്ന് പറയുന്ന റിവർ. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് അണ്ടർ വാട്ടർ മെട്രോ ആണ്. അപ്പോൾ ഈ അണ്ടർ വാട്ടർ മെട്രോയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ സ്ട്രെച്ചുള്ള മെട്രോ ലൈന് വെസ്റ്റ് ബംഗാളിൽ നരേന്ദ്രമോദി അല്ലെങ്കിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇന്നലെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ന്യൂസ് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 12 അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അണ്ടർ വാട്ടർ മെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എസ്പ്ലനാഡ് ഹൗറ മൈതാൻ സെക്ഷൻ എന്ന് പറയുന്ന ഈ കൊൽക്കത്ത മെട്രോയുടെ പുതിയൊരു സെക്ഷൻ റീസെൻ്റ്ലി ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷനകത്ത് ഒരു ചെറിയൊരു പോർഷൻ ഏകദേശം ഒരു 520ഓളം വരുന്ന അല്ലെങ്കിൽ ഒരു 1/2 കിലോമീറ്റർ വരുന്ന പോർഷൻ ഹൂഗ്ലി റിവറിന്റെ അണ്ടറിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇത് ഹൗറനെയും അതുപോലെ തന്നെ സാൾട്ട് ലേക്കിനെയും കൂടി കണക്ട് ചെയ്യുന്നതാണ് ഈ ഒരു സ്ട്രെച്ച് അല്ലെങ്കിൽ ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് 3 അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻസ് ഉണ്ടെന്നാണ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 520ഓളം അണ്ടർ വാട്ടർ പോർഷനും ഒരു 1/2 കിലോമീറ്ററോളം വരുന്ന അണ്ടർ വാട്ടർ പോർഷനും ഈ ഒരു മെട്രോയുടെ ഈ ഒരു പുതിയ സ്ട്രെച്ചിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഇത്തരത്തിൽ അണ്ടർ വാട്ടറിലൂടെ പോകുന്ന ആദ്യത്തെ മെട്രോയുടെ സ്ട്രെച്ച് ആണ് ഇതെന്ന് മനസ്സിലാക്കുക. ഇനി അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ട്രേഡ് സീക്രട്സിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ട്രേഡ് സീക്രട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ എൻറ്റിറ്റി അവരുടെ യുണീക്ക് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഡക്റ്റ് സീക്രട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ട്രേഡ് സീക്രട്ട് ആയിട്ട് വെക്കുക. അത് ബേസിക്കലി ഒരു IPR റെജീമിന്റെ അണ്ടറിൽ വരുന്നതാണ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ട്രേഡ് സീക്രട്ടുകൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ ഇന്റർനാഷണൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രിപ്സ് എന്ന് പറയുന്ന WTOയുടെ കീഴിലുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ട്, ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രിപ്സിനകത്ത് ഇന്ത്യ ഒരു മെമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രേഡ് സീക്രട്ടുകൾക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ നിയമങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ബാധ്യത ഇന്ത്യക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ കമ്മീഷന്റെ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ടിനകത്ത് ഈ ട്രേഡ് സീക്രട്ടുകൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയൊരു നിയമം നിർമ്മിക്കണം എന്ന് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഈ ട്രേഡ് സീക്രട്ടുകൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള നിയമങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക. അത് നിലവിൽ ഇന്ത്യയിലുള്ള ഈ IPR ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കോൺട്രാക്റ്റുകൾ, കോമൺ ലോ, ക്രിമിനൽ ലോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷൻസ് വെച്ചിട്ടാണ് ഇപ്പോൾ ട്രേഡ് സീക്രട്ടുകൾ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിന് പ്രസന്റ്ലി കൃത്യമായിട്ടുള്ള ഒരു ലീഗൽ മെഷർ ഇല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കും. സോ ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇന്ത്യാസ് സെക്കൻഡ് ലോഞ്ച് പോർട്ട് ഇൻ തമിഴ്നാട് എന്നുള്ളതാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ റീസെൻ്റ് ആയിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പുതിയൊരു റോക്കറ്റ് ലോഞ്ച് പോർട്ട് ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ നിലവിൽ നമുക്കറിയാം, ഇന്ത്യയുടെ ഒരേ ഒരു ലോഞ്ച് പോർട്ട് എന്ന് പറയുന്നത് സതീഷ് ധവാൻ സ്പേസ് സ്റ്റേഷനാണ് ശ്രീഹരിക്കോട്ടയിലുള്ള. അപ്പോൾ അത് കൂടാതെ ഒരു അഡീഷണൽ ആയിട്ട് ഇന്ത്യയുടെ രണ്ടാമത്തെ ഒരു റോക്കറ്റ് ലോഞ്ച് പാഡായിട്ട് തമിഴ്നാട്ടിലെ കുലശേഖര പട്ടണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പുതിയ ഒരു ലോഞ്ച് പോർട്ട് ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇനാഗുറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്താണ്, എന്തുകൊണ്ട് നമുക്ക് പുതിയൊരു ലോഞ്ച് പോർട്ട് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിലെ സ്പേസ് സെക്ടറിനകത്ത് പ്രൈവറ്റ് പ്ലെയേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഒക്കെ നമ്മുടെ ISR ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്നും നടക്കുന്ന സ്പേസിലേക്കുള്ള കൊമേഴ്ഷ്യൽ ലോഞ്ചുകളുടെ എണ്ണം ഓവർ ദി ഇയേഴ്സ് വലിയ രീതിയിൽ കൂടാൻ തുടങ്ങും. അപ്പോൾ കൂടുന്ന സമയത്ത് ഈ ലോഞ്ചുകളെല്ലാം തന്നെ ഇപ്പം നിലവിലെ അവസ്ഥയിൽ ഈ ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് മാത്രമേ ലോഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ സതീഷ് ധവാൻ
സ്പേസ് സെൻറ്ററിന് വലിയ ഇതിലൊരു ബേർഡൻ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നാഷണലി പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വലിയ രീതിയിലുള്ള ലോഞ്ചുകളൊക്കെ നടക്കാനുള്ള ടൈം വിൻഡോ ഒക്കെ വളരെ കുറവേ കിട്ടുള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ ഒരു ഓവർ ബേർഡനിങ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്മോൾ പേലോഡുകളുള്ള കൊമേഴ്ഷ്യൽ ലോഞ്ചുകളൊക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുതിയൊരു സ്പേസ് ലോഞ്ച് സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു പുതിയൊരു സ്പേസ് പോർട്ട് നമ്മൾ ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചസ് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുക. അതിലൂടെ ഈ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിനെ ലാർജർ മിഷൻസിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ഒരു പുതിയ പോർട്ട് കൊണ്ട് അല്ലെങ്കിൽ പുതിയൊരു ലോഞ്ച് പാഡ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മിഷൻസൊക്കെ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രധാനപ്പെട്ട മിഷൻസ് എല്ലാം തന്നെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് നടക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ തമിഴ്നാട്ടിലെ സെൻറ്ററിലേക്ക് മാറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കുലശേഖരപട്ടണം എന്നുള്ള പ്രദേശം നമ്മൾ ഇന്ത്യക്ക് ഒരു പുതിയ സ്പേസ് ലോഞ്ച് പാഡ് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് നമ്മൾ തീരുമാനിച്ചു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിനുള്ള റീസൺസ് എന്ന് പറയുന്നത് ഒന്ന് ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ്. അതായത് ഇക്വേറ്ററിൻ്റെ വളരെ അടുത്തായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രദേശമാണിത്. അതുപോലെ തന്നെ ഈ ഇക്വേറ്ററിൻ്റെ അടുത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തന്നെ എർത്തിൻ്റെ റൊട്ടേഷണൽ വെലോസിറ്റി ഈ പറയുന്ന ലോഞ്ചിനെ സഹായിക്കുന്ന രീതിയിലാണ് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ റോക്കറ്റുകളുടെയൊക്കെ പേലോഡ് കേപ്പബിലിറ്റി കൂട്ടാൻ പറ്റും. കാരണം ഈ എസ്കേപ്പ് വെലോസിറ്റി ഒക്കെ അച്ചീവ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയൊക്കെ നമുക്ക് പെട്ടെന്ന് മറികടക്കാൻ പറ്റുന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. മറ്റൊന്നുള്ളത് ഒരു സ്ട്രൈറ്റ് സൗത്ത് വേർഡ് ട്രിജക്ടറി ആണ്. അതായത് കുറച്ചും കൂടി ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കുറച്ചും കൂടി ഷോർട്ടർ ആയിട്ടുള്ള ഈ SSLV ലോഞ്ചസിന് ഇത് സഹായിക്കും. അതായത് നമ്മൾ ഈ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ നോക്കിക്കഴിഞ്ഞാൽ അത് ഈസ്റ്റ് വേർഡ്സ് ആയിട്ടുള്ള ട്രിജക്ടറിയാണ്. പക്ഷേ ഇവിടെ കുറച്ചും കൂടി സൗത്ത് വേർഡ് ആയിട്ടുള്ള ട്രിജക്ടറി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിൽ 20 തൊട്ട് 30 SSLV ലോഞ്ചസ് വരെ കണ്ടക്ട് ചെയ്യാൻ ഇവിടുന്ന് പറ്റും എന്നാണ് വിചാരിക്കുന്നത്. മൂന്നാമത്തത് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലോഞ്ച് ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും. അതായത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഓൺ ഡിമാൻഡ് ലോഞ്ചസിനൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലോഞ്ച് സൈറ്റ് ആയിട്ട് ഇത് മാറ്റാൻ പറ്റും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അത്യാവശ്യമുള്ള അല്ലെങ്കിൽ മറ്റു പ്രധാനപ്പെട്ട ലോഞ്ചസ് ഒക്കെ അവിടെ നിന്ന് നടത്താൻ പറ്റും. ഇത് ഇതിനു വേണ്ടി മാത്രമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയാം. ഇനി നമ്മുടെ നിലവിലുള്ള ഈ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടയുടെ അതിൻ്റെയും കൂടി ചില കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക. അത് നമ്മുടെ ഇന്ത്യയുടെ ഈസ്റ്റേൺ കോസ്റ്റിലെ ആന്ധ്ര കോസ്റ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യയുടെ ISROയുടെ എല്ലാ മിഷൻസിനുള്ള ലോഞ്ച് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നത് അതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സോളിഡ് പ്രൊപ്പലൻ്റ് പ്രോസസ്സിങ്, ടെലിമെട്രി സർവീസസ്, മിഷൻ കൺട്രോൾ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ 2 ലോഞ്ച് കോംപ്ലക്സസ് ഉണ്ട്. അതിനകത്ത് PSLV, GSLV അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഹെവി ലിഫ്റ്റ് റോക്കറ്റ് ആയിട്ടുള്ള LVM-3 അല്ലെങ്കിൽ ലോഞ്ച് വെഹിക്കിൾ 3 വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ലോഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിന് അത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.